ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കലക്കി ഒഴിച്ച് എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നോമ്പിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 സവാളയും 1 ക്യാരറ്റും, ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ, 1 പച്ചമുളക് ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലാദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ തക്കാളി ഒന്നും ചേർത്തെടുക്കണില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അധികം പൊടികളൊന്നും ചേർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാലയാണ്. ഈ ഒരു പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർത്തെടുക്കണുള്ളൂ. ഇതുപോലെ ചേർത്തെടുത്ത് നിങ്ങൾ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറോളം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ ഒന്ന് ചെറിയൊരു നല്ല കുഴഞ്ഞു പോണ ഉരുളക്കിഴങ്ങല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മൾ നല്ലോണം ഇതിലിട്ടിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളവർക്ക്, ഈ മക്കൾക്ക് ഇവിടെ കറിവേപ്പില ഇതിൽ കടിക്കുമ്പോൾ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ മല്ലിയില ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മളിതാ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ കപ്പിൽ തന്നെ അളന്നെടുക്കുക. ഞാൻ ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3/4 കപ്പിൽ ഏറെ ഗോതമ്പ് പൊടി വീണ്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പ് കുറവ് നമ്മൾ കടലമാവാണ് ചേർത്തെടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 2 കപ്പോളാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്, പൊടികളെല്ലാതും കൂടി. എന്നിട്ട് നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു കപ്പിന് 1.5 ടേബിൾ സ്പൂൺ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കട്ടകളില്ലാണ്ട് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 3ാമത്തെ കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിതിൽ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മളിതിൽ കടലമാവ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത് കേട്ടോ. 3 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കയ്യിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കുക. നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല കനം കുറച്ച് തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കറക്റ്റ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതാ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മേലൊന്ന് ചെറുതായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഓരോന്ന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അത് മേലേക്ക് മേലെ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മേലേക്ക് മേലെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് ചെറുതായി ക്രിസ്പി ആയിട്ട് വരും ചെയ്യും. എന്നിട്ട് ഇത് അടർന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഡ്രൈ ആയതിൻ്റെ ശേഷം ഇതുപോലെ എടുക്കുക. നല്ല കനം കുറച്ചാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒന്ന് ഇതാക്കിയെടുത്തിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഫുൾ കുറച്ച് വെച്ചിട്ട് ശേഷമാണ് നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയ്യിലുമേലും ഒക്കെ ഒട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് അടുത്ത കയ്യിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ഓരോന്ന് അപ്പം ചുട്ടെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മസാല മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ എണ്ണയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഒന്ന് മെലിഞ്ഞ് വരുമ്പോഴാണ് എണ്ണ തൂവി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് കൂടി ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പുറം ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, 2 എണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്കിത് കനത്തിലും നമുക്ക് കയ്യിലുമൊക്കെ ഒട്ടി പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ 2 എണ്ണം തയ്യാറായപ്പോൾ അതവിടെ മെലിന് വരുന്നത് വരെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലോ, നല്ല കനം കുറച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ 2 പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പകുതിയാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇല്ലാതെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കത്തിരി വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരപ്പം കൊണ്ട് നമുക്ക് 2 സമൂസ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിൻ്റെ ഒന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ ഈ പുറം മുറിച്ച ഭാഗം ഇതുപോലെ കോണിൽ മടക്കിയെടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ റൗണ്ട് ഭാഗമാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കേണ്ടത്. കോണ് പോലെ ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഏത് ഫില്ലിങ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിക്കൻ്റെ, ബീഫിൻ്റെ, അതേപോലെ വെജിറ്റബിളിൻ്റെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കാരണം നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കിയെടുത്ത മാവ് തന്നെ ഇതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ കോണ് പോലെയുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ ഇതിനായിട്ട് വേറെ മാവൊന്നും കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കലക്കി ചുട്ടെടുക്കണ മാവ് തന്നെ ഇതിലെടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് വേഗത്തിൽ ഒട്ടിക്കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ, ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മൂലയ്ക്കും നമ്മുടെ മസാല എത്തിച്ചേരും. കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടല്ലോ, എളുപ്പമാണ്. നമുക്ക് സമൂസ ഷീറ്റൊന്നും വാങ്ങി വെറുതെ പൈസ കളയണ്ട. പിന്നെ അതേപോലെ മൈദയിൽ വെച്ചിട്ടല്ലേ ഒരു സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ആ പാൻ തന്നെയാണ് കേട്ടോ എല്ലാതും ചുട്ടെടുത്തിട്ട് ആ പാനിൽ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം തന്നെ നമുക്ക് 6-7 എണ്ണം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ കോണിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. 1.5 ടേബിൾ സ്പൂണോളാണ് ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മറിച്ചിട്ടതിൻ്റെ ശേഷം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. 7 എണ്ണം ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് വറുത്തെടുക്കും ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് എല്ലാ ഭാഗവും ഒന്ന് റെഡിയായി കിട്ടാനാണ്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണ വെച്ച് കൊടുക്കണ്ട. നമ്മൾ കടലമാവ് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് ക്രിസ്പി ആയി വരും. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ആയതുകൊണ്ടും ഇത് ക്രിസ്പി ആയി കിട്ടും. ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ട് ക്രിസ്പി ആവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തീ ഒരുപോലെ ആവാനായിട്ടാണ് കേട്ടോ. അതിൻ്റെ എല്ലാതും ഒരേപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പുറം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കിത് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും അല്ല, ഒന്നിങ്ങനെ നീക്കി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് 2 പുറം ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ പുറം ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ 7 എണ്ണം ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണയിലാണ് ഇത് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ അതാ കണ്ടല്ലോ, ഞാനിതിൽ 1 ടേബിൾ സ്പൂണും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മൾ സമൂസ ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരിക്കലും ഇത് പൊട്ടിപ്പോവും അങ്ങനെയുള്ള പേടി ഒന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാൻ കാണിച്ചു തരാം ഇതിന് എത്ര ക്രിസ്പി ഉണ്ടെന്ന്. അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നോമ്പിന് എളുപ്പത്തിൽ സമൂസ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ക്രിസ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇനി എണ്ണൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തവർക്കും ഇതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം. ഇത് മൈദ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ മൈദ വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ്. ഇനി സമൂസ ഷീറ്റൊന്നും ആരും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താണ് ചിക്കൻ്റെ ഫില്ലിങ്ങോ ഏത് ഫില്ലിങ് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുമ്പോൾ ഇത് മതി. എണ്ണമെഴുക്ക് കൂടുതലായി എന്ന് വെച്ച് ഒരു മപ്പും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.